കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുപുത്ത പരിശുദ്ധാത്മാവിൻ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 3/8/2025 എന്ന ഞായറാഴ്ചയുടെ വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ പൂർവ്വപിതാക്കന്മാർ ദൈവസന്നിധിയിലായിരുന്ന പോലെ നമുക്കും ആയിരിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധന എന്നുള്ളത് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ അല്ലെങ്കിൽ പുതിയ നിയമ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. ശമരിയാസ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നിന്റെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ഒക്കെ നമസ്കരിച്ചു വരുന്നു, എന്നാൽ ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ ആ ആത്മാവിൻ്റെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. പഴയ നിയമത്തിൽ ആരാധന വേറെയാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പുതിയ നിയമ ആരാധന അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ പെന്തക്കോസ്തുകാർ മറന്നുപോയ ഒരു സത്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ആത്മാവിൻ്റെ ആരാധന തുടങ്ങി, അതിപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആരാധന തുടങ്ങുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്. സ്തോത്രം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇന്ന് പുതിയ നിയമസഭ മറന്നുപോയ, ന്യൂ ജനറേഷൻ ചർച്ചുകൾ മറന്നുപോയ ഒരു യാഥാർത്ഥ്യം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരാധന തകർത്ത് വെച്ച് നടത്തുന്നുണ്ട് പലരും. അതൊന്നും ദൈവം സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് മറുപടി പറയാൻ. സ്തോത്രം. ലോകത്തിലെ സകല മനുഷ്യരും നല്ലൊരു ശതമാനം ഏതെങ്കിലും നിലയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ബാബർ മസ്ജിദ് പൊളിച്ചു കളയാനുണ്ടായ പ്രധാന കാരണം വേർഷിപ്പ്, ആരാധന എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളിവിടെ ആരാധിക്കേണ്ട എന്നും പറഞ്ഞ് തല്ലിപ്പൊളിച്ച്, അതാണ് ആ പ്രശ്നം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ലോകത്ത് സകല പ്രശ്നങ്ങൾക്കും മൂല കാരണം ആരാധനയാണെന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. മനുഷ്യരെ തമ്മിലിടിപ്പിച്ച് ചോര ചീന്തി മനുഷ്യൻ മരിക്കാനുള്ള പ്രധാന കാരണം വേർഷിപ്പ് തന്നെയാണ്. അബ്രഹാമിൻ്റെ കൂടാരത്തിലുണ്ടായ ആ വൈര്യം, എത്രത്തോളം ജനകോടികൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഗൾഫ് യുദ്ധമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഇസ്രായേൽ പലസ്തീൻ യുദ്ധമൊക്കെ, ഹമാസ് യുദ്ധമൊക്കെ നമുക്ക് അത് തരുന്ന പഠനങ്ങളാണ്. അത് വചനത്തിലൂടെ പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആരാധന ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്വീകാര്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാണ്. 12 വാക്കുകളിൽ മാത്രം അത് പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുക. ദൂതന്മാർ അനുസരണക്കേട് കാണിച്ചപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതേ സ്ഥാനത്ത് ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. അത് പഴയ നിയമ പുസ്തകം ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ 9, 10, 11 അധ്യായങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഒത്തിരി ഭാഗങ്ങളിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഗുണപാഠം എന്താ? ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതവൻ ചെയ്യുന്നില്ലെങ്കിൽ വലിയ കൃത്യവിലോപമാണ് അവൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. വിശ്വാസികളെടുത്ത് ഞായറാഴ്ച തന്നെ നോക്കിയോ, ദൈവത്തെ ആരാധിക്കേണ്ട സമയം വേറെന്തൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു രക്ഷിക്കപ്പെട്ട ഒരു പൈതലാണെന്നാണ് പറയണേ. ദൈവത്തെ ആരാധിക്കേണ്ടതിന് വരെ എന്ത് ചെയ്യുക? ജോലി ചെയ്യുക, തുണി കഴുകുക. ചിലർ ദൈവത്തെ ആരാധിക്കാൻ ആ ദിവസം യാത്ര ചെയ്യുക. ഗുരുതരമായ വീഴ്ചയാണ്, ഗുരുതരമായ വീഴ്ച. ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. ദൈവത്തെ ആരാധിക്കേണ്ട വിഷയം ഒരു യാത്രയില്ല, ഒരു കൊച്ചിനെ കാണലുമില്ല, ഒരു ഭാര്യയെ കാണലുമില്ല, ഒരു പരിപാടിയില്ല. ദൈവത്തെ ആരാധിക്കുക.
അപ്പം ചോദിക്കും എപ്പോഴാണ് കൊച്ചിനെ കാണാം? ജോലി കളഞ്ഞിട്ട് പോകണം കൊച്ചിനെ കാണി. പിന്നെന്താ? ഇതത് ചെയ്തുകൊണ്ടിരുന്നവനായി പറയണം. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുള്ളത്. തീക്കുണ്ട സമാനമായ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ചെറിയ തോതിലെങ്കിലും കഴിയുന്നു എന്നുള്ളതാണ്. ആരാധനയുടെ ആ ശരിയായ അവസ്ഥയിലേക്കൊന്നും നമ്മളാരും വന്നിട്ടില്ല. നമ്മളൊക്കെ വെറുതെ ചുമ്മാ ഇന്നത്തെ ബന്ധുക്കൂസുകാർ പാട്ട് പാടി തകർക്കുക ആരാധനയെന്ന് പറഞ്ഞു. അത് ഞാനതിനെ സൈത്താൻ വേഷിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം പാട്ട് ആരാധന അല്ലെന്ന് ദൈവവചനത്തിലൂടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. പൗലോസും ശീലാസും പാട്ട് പാടിയത് മർക്കോസിൻ്റെയും കസ്റ്ററിൻ്റെയും പാട്ടൊന്നുമല്ല. അതൊന്നുമല്ല. അതൊക്കെ ചുമ്മാ പറയാന്നേ, പുസ്തകം കൂടെ പറഞ്ഞിട്ട് പറയുക. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകും. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ, ദൈവശക്തി അറിയേണ്ട പോലെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം. ട്രാൻസ്ഫോമറിൽ വെച്ചിരിക്കുന്ന തലയോട്ടിയും 2 അസ്ഥികളും വരച്ചു വെച്ചിരിക്കുന്നില്ലേ? അപകടം. കാരണം എന്താ? ശരിയായ ദൈവവചന വ്യവസ്ഥപ്രകാരമുള്ള ആരാധനയല്ലെങ്കിൽ ആ ആരാധന ആരിലേക്കാണ് പോകുന്നത്? സാത്താനിലേക്കാണ് പോകും. സാത്താനിലേക്ക് പോയാൽ എന്താ പറ്റും? അവനെന്താ പറഞ്ഞ്? നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഇതെങ്കിൽ വരവേൽപ്പിച്ചിരിക്കുന്നു. ആരേൽപ്പിച്ചു? ആദാമാവയും കൂടി കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോ സാത്താനെ ആരാധിച്ച് കോടികൾ സമ്പാദിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും വിശ്വാസ സമൂഹങ്ങളും അവർ പറയുന്നത് ദൈവം ഞങ്ങളെ ആരാധിച്ചു. എൻ്റെ മോന് ജോലി, മോക്ക് ജോലി, മരുമക്കൾക്ക് ജോലി, എല്ലാവർക്കും ജോലി. 5 മക്കൾ, 5 പേര് അമേരിക്കയിൽ, ലണ്ടനിൽ, ദുബായിൽ, ഖത്തറിൽ, പിന്നെ ഓസ്ട്രേലിയയിൽ. പോരെ? ദൈവാനുഗ്രഹമായി. പ്രിയമുള്ളവരെ, നമ്മൾ തെറ്റിക്കിടക്കുകയാണ്. ദൈവാനുഗ്രഹം അതല്ല. എഫേസർ 1:3 ഒന്ന് വായിച്ചേ. ഇപ്പം ഇവിടെ വായിക്കും. എഫേസർ 1:3 ഒന്ന് വായിച്ചേ. എനിക്ക് കാണാതെ അറിയാം. നിങ്ങളോടൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായി പറയുന്നേ. എഫേസർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടത്. കണ്ണാടി ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് വായിക്കേണ്ടത്. സഹോദര, കണ്ണാടി വെക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ണാടി വാങ്ങി പോയി ആ പ്രസിഡന്റിനെ കൊണ്ടുപോവാ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം ആത്മീകമാണ്, സ്വർഗീയമാണ്. പഴയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം ഭൗതികമാണ്. ഉൽപ്പത്തി 13 അബ്രഹാമിന് വെള്ളി, പൊന്ന്, ആട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ തന്റെ ദർശനം എബ്രായത്തിൽ പൗലോസ് എഴുതി വന്നപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. കൂടെ നടന്ന ഒരുത്തനുണ്ട്, വലഞ്ഞു പോയവൻ. അവൻ നീരോട്ടം നോക്കി നോക്കി നടന്ന് വലഞ്ഞു, നശിച്ച് നാമാവിശേഷമായി. പിന്നെ മറ്റവനോ? ലോകത്തിൻ്റെ ഭാര്യയോ മറ്റേവളോ ഉപ്പ് തൂണായിപ്പോയി. ഇതൊക്കെ എത്ര കേട്ടാലും ബഹുമാനപ്പെട്ട പെന്തക്കോ സമൂഹം, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാട്സപ്പിലെ കസ്റ്റമേഴ്സായിട്ടുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കുറേ പണം ഉണ്ടാകുന്നതൊന്നും ദൈവാനുഗ്രഹമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് കോടികൾ നിങ്ങളുടെ പേരിൽ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്തോത്രം ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിക്കരുത്. നിലവിളിച്ച് കരഞ്ഞോണം ദൈവസന്നിധി കിടന്ന്. ഭൗതികത്തെക്കുറിച്ച് കർത്താവ് എന്താ പഠിപ്പിച്ചത്? അനീതിയുള്ള മാമോൻ. അത് നമ്മളെ കൊണ്ടേ നരകത്തിൽ പോവുള്ളൂ. അതുകൊണ്ടാണ് ചെറുപ്പക്കാരനോട് ഒരു വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ. വിറ്റ് യൂസഫ് അലിക്കും സ്വിസ് ബാങ്കിലും കൊണ്ടിട്ട് വരാനല്ല പറഞ്ഞ്, ദരിദ്രം കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. നിക്ഷേപം സ്വർഗത്തിലാ. ഇതൊന്നും ഇന്നുവരെയും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭൗതികമല്ല അനുഗ്രഹം, അത് ആത്മീകമാണ്. അത് തലയിലോട്ട് കയറണം, നന്നായിട്ട് കയറണം. സാത്താൻ ചതിച്ചിട്ടിരിക്കുക. ഇന്നത്തെ പെന്തക്കോസ് ഓളത്തെ ചതിച്ചിട്ടിരിക്കുക. ഇന്നത്തെ ദൈവസഭകളെ ചതിച്ചിട്ടിരിക്കുക. ഇന്നത്തെ പാസ്റ്റർമാരെല്ലാവരും അല്ല, നല്ലൊരു സമൂഹം, നല്ലൊരു ശതമാനം പേരെ ചതിച്ചിട്ടിരിക്കുക. എല്ലാവരുമല്ല. ഒരു ചെറിയ ന്യൂനപക്ഷം എക്കാലത്തും വചനത്തിനു വേണ്ടി, പ്രമാണത്തിനു വേണ്ടി നിലനിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്.
അത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 2 പേരോ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ട 8 പേരോ അതുപോലെ ചുരുക്കം പേരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്കൂട്ടത്തിൽ എൻ്റെ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു മരണം നടന്നു. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ഒരു മരണം, ഒരു സിനി സ്റ്റാർ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, പേര് ഞാൻ ഓർക്കുന്നില്ല, പേരെന്താ? നവാസ് മരിച്ചു. ആ മരണസമയത്ത് സ്നേഹിതന്മാർ വന്ന് തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുക. ഭാര്യ പറയാ, നവാസില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മക്കളെല്ലാം അലവറയിട്ട് കരയുന്നു, സഹപ്രവർത്തകർ കരയുന്നു, ബന്ധുമിത്രാദികൾ കരയുന്നു. കരച്ചിൽ 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 കരച്ചിൽ, എങ്ങും കണ്ണുനീരും കരച്ചിലും മാത്രം. എൻ്റെ ഹൃദയത്തെ അതൊന്ന് ഉലയ്ക്കാനിടയായി, ഒന്ന് ചിന്തിപ്പിക്കാനിടയായത്. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എടാ, സിനി സ്റ്റാർ ആണെങ്കിലും കൊള്ളാം, മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും പിന്നെ രാജ്യം ഭരിക്കുന്ന രാജ്യത്തലവന്മാരാണെങ്കിലും കേന്ദ്രമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും സംസ്ഥാന മന്ത്രിയാണെങ്കിലും ഏത് കാറ്റഗറിപ്പെട്ട മനുഷ്യനാണോ അവന് മരണമുണ്ട്, മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കേ പോകത്തുള്ളൂ. ഒന്നുകിൽ നിത്യയാതനാ സ്ഥലം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രസന്റ് സമയത്ത് പറയുമ്പോൾ വിശ്രാമ സ്ഥലം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പൊക്കിയെടുത്ത് സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളയുന്നൊരു സമയമുണ്ട് താനും. അതിനൊരു കാലദൈർഘ്യമുണ്ട്. അതുപോലെ വിശ്രാമ സ്ഥലത്ത് കിടക്കുന്നവരെയും പോക്കിക്കൊണ്ട് സ്വർഗത്തിലാക്കുന്ന ഒരു കാലദൈർഘ്യമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മനുഷ്യർ ഭയപ്പെട്ട് വിറങ്ങലിച്ച് ആ മരണത്തിലേക്ക് സ്വയം വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. പണ്ടൊരു ഭക്തൻ പറഞ്ഞതുപോലെ, മരണമെന്ന ഒരു വലിയ പ്രതിഭാസത്തിലേക്ക് ഓരോരുത്തരും ഒരു വലിയ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് ആ സമയം വരുമ്പോൾ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. അതിൽ രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. ഒരു രാജാവിനും കഴിയത്തില്ല. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണ നേതാവിനും കഴിയത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനും കഴിയത്തില്ല. വലിയ ജ്ഞാനിയൊക്കും കഴിയത്തില്ല. വലിയ ബലവാന്മാർക്കും കഴിയത്തില്ല. ലോകത്തെ കിടുകിടാവിറപ്പിച്ച അലക്സാണ്ടർ 33 വയസ്സിൽ മരിച്ചു. മരിക്കുന്നതിന് മുൻപ് താനൊരു ആഗ്രഹം പങ്കുവച്ചു ശിഷ്യഗണങ്ങളോട്, എൻ്റെ 2 കൈയും പുറത്തേക്കിട്ടു ഇടണം. ചവപ്പട്ടി ഉണ്ടാക്കി അതിൻ്റെ 2 കിഴുത്തയിട്ട് 2 കൈയും പുറത്തേക്കിടണം. അപ്പോൾ ചോദിച്ചു, എന്തിനാ തിരുമേനി? ഞാൻ ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അത് തന്നെയല്ലേ പൗലോസും പറയുന്നത്. ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. എടാ മണ്ടക്കോ സ്വാമിയായ അലക്സാണ്ടറെ, നീ ഇത് മനസ്സിലാക്കിയെങ്കിൽ നിനക്ക് പ്രത്യാശയോടെ പോകാമായിരുന്നു. നീ ഒരു ദൈവവചനായി ജീവിച്ചെങ്കിൽ. അവസാനം പറഞ്ഞു, ഞാൻ വാരിക്കോരി വെച്ചിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ ശവമഞ്ചം പോകുന്ന സമയത്ത് ഇങ്ങനെ വാരി വിതറിക്കൊള്ളണം. എന്നെ അടക്കാൻ കൊണ്ടുപോകുന്ന കന്യാസ്ത്രീമാരും അച്ഛന്മാരെല്ലാം എന്ത് ചെയ്യണം? ആ വിലാപയാത്രയിൽ അവരും എന്നെ അനുഗമിക്കണം. കുറേ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ആ മഹാമനുഷ്യൻ, മഹാസമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി മരണത്തിലേക്ക് വഴുതി വീണു. ഹിറ്റ്ലർ, ലെനിന്, ലോകത്തെ കിടുകിടാവിറപ്പിച്ച ഭരണസാരഥികൾ ഇലക്ഷൻ വരുമ്പോൾ പറയുമല്ലോ അല്ലേ, ഇതാ വരുന്നു നമ്മുടെ പൊന്നോമന പുത്രൻ, കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന പൊന്നോമന പുത്രൻ. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ ആര് ഭരിച്ചാലും ഒരു ചുക്ക് നടക്കാൻ പോകില്ല. എന്താ ഭാഷ അങ്ങനെ പറയണേ? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ഞാനൊന്ന് വായിച്ചു പോയി. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം ഞാനൊന്ന് വായിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം എടുത്താട്ട്. പുസ്തകം ഉണ്ടോ കയ്യിൽ? പുസ്തകം ഷെൽഫിൽ ഇരിപ്പുണ്ടല്ലേ? നല്ല കാര്യം. നീ പുസ്തകം വായിച്ചു പഠിച്ചോ.
നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. രാജാവ് കാണുന്ന ബിംബം 32 വാക്യം മുതൽ 2:32 മുതൽ, ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും തിരുമനസ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ, ഞാൻ എല്ലാം വായിക്കുന്നില്ല, വിട്ടുവിട്ട് വായിക്കുക. അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ ഉള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥവും സത്യവുമാകുന്നു. വെളിവ് കെട്ട നെബൂഖദ്നേസറിന് ഇത് മനസ്സിലായില്ല. അതുപോലെ ഇന്നത്തെ നെബൂഖദ്നേസർമാർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇത് പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. കണ്ട ചപ്പും ചവറും ഒക്കെ പഠിച്ച് തലയെ കയറ്റി വെച്ച് മരിച്ച് നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യവേദ പുസ്തകം വായിച്ച് പഠിച്ചോണം. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും വായിച്ചു പഠിച്ച് തെറ്റിപ്പോകാതൊരു ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ആരും ജീവിക്കരുത്. അത് ഈ വേദപുസ്തകത്തിന് നിരക്കുന്നതാണെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ അതെടുത്ത് ദൂരെ കളഞ്ഞേക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? നിങ്ങൾ നശിച്ചു പോകും. ആ വേദന കൊണ്ടായി പറയുന്നേ, കളിയാക്കി പറയുന്നതല്ല, പുച്ഛിച്ചു പറയുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബാബിലോൺ, മേദ്യപ്യാസ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യമാണ് ഈ ലോകം ഭരിച്ചത്. ഈ സാമ്രാജ്യങ്ങളുടെ ഭരണം മുഴുവൻ അമ്പേ പരാജയം. അപ്പോൾ ഇന്നൊക്കെ 195 രാജ്യങ്ങളും 200ഓളം രാജ്യങ്ങളെ ഭരിക്കുന്നതോ അമ്പേ പരാജയം. ട്രംപിനെ ഇറക്കാൻ അപ്പുറത്തെ ഭരണകൂടം തയ്യാറായി നിൽക്കുക. സൗദി രാജാവിനെ വീഴിക്കാൻ വേറൊരു ഭരണകൂടം തയ്യാറായി വരിക. ഓരോ ഭരണകൂടത്തെയും തകർത്ത് തരിപ്പണമാക്കി സ്വത്രം അവർ ഭരണം പിടിച്ചെടുക്കാൻ ഓരോ രാജ്യങ്ങളിലും മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. എന്നാൽ ഒരു രാജാവ് നീതിയോടെ വാഴും, യെശയ്യാപ്രവാചകൻ പറയുക. അപ്പൊ ഇന്നത്തെ ഭരണം മുഴുവൻ നീതികെട്ട ഭരണമാണ്. കാനറ ബാങ്കിൽ കാശ് കൊണ്ടുപോയ ഒരു ഡ്രൈവറും ആ വാഹനത്തെ തടഞ്ഞു നിർത്തി യൂണിഫോം ഇട്ടില്ലെന്ന് പറഞ്ഞ് അടിച്ചവൻ്റെ ഏപ്പ് തിരിച്ച പോലീസുകാരൻ. എന്തിനാ അടിച്ചത്? അടിച്ചവനും അറിയത്തില്ല, അടി കൊണ്ടവനും അറിയത്തില്ല എന്തിനാ അടിച്ചത്. അവസാനം സസ്പെൻഷനിലായി. ഇപ്പം വേറെ ശിക്ഷകളിപ്പോൾ പ്രാപിക്കേണ്ടി വരും പോലീസ്. അവരൊക്കെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്ത് കളയണം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുന്ന പുഴുക്കുത്തുകളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞാൽ പോലീസ് സേന ആ സമയത്ത് പുതിയ റിക്രൂട്ട് ചെയ്തെടുക്കുക. അവരൊക്കെ വീട്ടിൽ പോയിരുന്ന് കൊച്ചിനെ നോക്കട്ടെ. സ്വതന്ത്രം പുതിയ നല്ല തറവുള്ള പാമ്പുള്ളവർ നിൽപ്പുണ്ട് ഇവിടെ. പഠിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന യുവതലമുറ, വിദ്യാഭ്യാസം വിവരവും സുബോധവും ഉള്ളവരെ അവരെടുക്കട്ടെ. ഞാൻ രാഷ്ട്രീയം പറയാനിരിക്കുകയല്ല, ഹൃദയത്തിൽ വേദനയുള്ളതുകൊണ്ട് പറയുക. നിസ്സാര കാര്യങ്ങൾക്ക് ജനത്തെ തല്ലിച്ചതയ്ക്കുന്ന നിയമപാലകന്മാർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 10% ക്രിമിനൽസ് എന്നൊരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞ് 10 അല്ല 20, വേറൊരാൾ ലേലം വിളിക്കുന്ന പോലെ 30, അപ്പുറത്ത് ഒരാൾ 40, ഇന്നൊരാൾ പറയുന്നത് 50. ഇങ്ങനെ പോവുകയാണ്. ഞാൻ ആരെയും സ്തോത്രം പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതല്ല, ജനം പറയുന്നത് ഞാൻ എടുത്ത് പറയുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പുഴുക്കുത്ത് പിടിച്ചവരുണ്ട്. അതാണ് നമ്മുടെ നാട് നന്നാകാതിരിക്കുന്നത്. മന്ത്രി കസേരയിലിരിക്കുന്നവർ, MLA ഇരിക്കുന്നവർ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, പിന്നെ വാട്ടർ സപ്ലൈയിൽ, കോർപ്പറേഷൻ ഓഫീസിൽ പുഴുക്കുത്ത് പിടിച്ച എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ജനത്തിന് ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട്. അവരെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിട്ട് നല്ല നേതാക്കന്മാരെ അല്ലെങ്കിൽ നല്ല ഭരണാധികാരികളെ അവിടെ വെക്കാനായിട്ട് എന്താ പറ്റാത്തത്? ഇത് അനീതിയുള്ള ഭരണമാണ് ഈ ലോകത്തിലെ ഭരണം മുഴുവൻ. അതുകൊണ്ട് ഒരു രാജാവ് നീതിയോടെ വാഴും. അപ്പോൾ മാത്രമേ സുശക്തമായൊരു ഭരണം
നടക്കുകയുള്ളൂ. മുഖവുരവ് കുറച്ച് പറഞ്ഞതേ ഉള്ളത്, കൂടിപ്പോയി നമുക്ക് ക്ഷമിക്കുക. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഇന്ന് വായിച്ച് ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. ഒരു പഠനം പോലെ, ഒരു പ്രസംഗം പോലെ ഏത് നിലയിലും ഇതെടുക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ, 5-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായം ഒന്ന് വായിച്ചേ, 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാം വാക്യം വായിക്കേ, പെട്ടെന്ന് വായിക്കേ. ആ മതി. ഇത് വായിക്കാനുണ്ടായ കാരണം മരണത്തിൻ്റെ ഒരു ദുർഗന്ധം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. സ്വാഭാവിക മരണം, തല്ലിക്കൊല്ലല്, മൃഗത്തിലിട്ട് കൊടുക്കല്, പിന്നെ വണ്ടി കയറ്റി കൊല്ലല്, 58 വെട്ടി കൊല്ലല് എന്ന് വേണ്ട മനുഷ്യനെ കൊന്നു പിടിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഇപ്പോഴും പറയാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ ജീവി ഏതായിരുന്നു? മനുഷ്യൻ. ആ മനുഷ്യൻ ഏറ്റവും ഹീന ജന്തുവായി അതപ്പതിച്ച് ജീർണിച്ചു പോയിരിക്കുക. കാരണം എന്താ? പരസ്പരം കൊല്ലുക, പരസ്പരം അടിക്കുക. 2 സ്റ്റാർ ഒരു കാക്കി ഡ്രസ്സിൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ ഏവരെയും തല്ലിക്കൊല്ലാമെന്നാണ് അവരുടെ ധാരണ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കവച്ചു വെച്ച് അല്ലെങ്കിൽ അതിനെ കാറ്റിൽ പറത്തി എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി. ഇതുപോലെ അഹങ്കാരം പിടിച്ച ഭരണാധികാരികൾ ഉള്ള ഒരു കാലഘട്ടം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കടക്കൂ പുറത്ത് അല്ലേ? അപ്പൊ വേറൊരാളെ വന്നിട്ട് പറയാം, ഈ വി എസ് അച്യുതാനന്ദൻ മരിച്ചുപോയ പുള്ളി പറഞ്ഞ്, മാധ്യമ പ്രവർത്തകരെല്ലാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഞങ്ങൾക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവരുടെ പാർട്ടിക്കാരെല്ലാം കൂടി പിടിച്ച് കഴുത്തിൽ കുത്തി പിടിച്ച് തള്ളാൻ പോയപ്പോൾ ആരെയും ദ്രോഹിക്കലൊന്നും ചെയ്ത് സാവകാശം ഒരു പൊക്കോട്ടെ, പുറത്തിറക്കിയാൽ മതി. അപ്പുറത്ത് ഒരാൾ ഒന്നുമില്ല, കടക്കൂ പുറത്ത്. ഞാൻ പറയാതെ അറിയാമല്ലോ എന്താ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിക്കുമോ? ഇത്രത്തോളം ഹീന ജന്തുവാകാനായിട്ട് എങ്ങനെ മനുഷ്യന് കഴിയുന്നു? ഒരൊറ്റ കാരണം വചനത്തിലൂടെ പറയുക. വെളിപ്പാട് പുസ്തകം 12-ന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു എടുത്തവർ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ന്റെ 9-ാമത്തെ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ് ഈ പാമ്പാണ് ഇന്ന് ഭൂമി ഭരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്റർ എന്തൊക്കെ അവിവേകങ്ങളായി വിളിച്ചു പറയുന്നു, എന്തൊക്കെ പൊട്ടത്തരങ്ങളായി വിളിച്ചു പറയുന്നു. ഈ ഭൂമി നമ്മുടെ കേരളം ഭരിക്കുന്നത് പിണറായിയാ, ഇന്ത്യ ഭരിക്കുന്നത് മോദിയാ, അമേരിക്ക ഭരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായ ഒരു മണ്ടക്കോ സ്വാമിയാ ഭരിക്കുന്നത്. ഞാൻ മണ്ടക്കോ സ്വാമി എന്ന് പറഞ്ഞൊക്കെ ക്ഷമിക്കണേ. കാരണം അദ്ദേഹം കാണിക്കുന്ന മണ്ടത്തരങ്ങളും അവിവേകങ്ങളും എത്ര വലുതാണെന്നറിയാമോ? ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറയുന്നത്, പിന്നെ പറഞ്ഞാൽ വേറെ സമയത്ത് പറയുന്നത്, കുറച്ചുകൂടി കഴിയുമ്പോൾ വേറെ ഒന്ന് തിരുത്തി പറയും. ലോകത്തിലെ ഹീറോ ആകാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മണ്ടനെന്ന് വിളിച്ചത് ഞാൻ ക്ഷമയാനം ചെയ്യുന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യൻ തന്നെയാണ്, കാണിക്കുന്ന മണ്ടത്തരമാണെന്നേ ഉള്ളൂ. സ്വത്രം അതെല്ലാവർക്കും അറിയാവുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ഈ ഫാനായിട്ട് കൊണ്ടു നടക്കുന്നവർ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആ ഫാൻ ഊരി തലയിൽ വീഴാതിരുന്നാൽ മതി. സ്വത്രം. അപ്പോ ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നു സാത്താൻ. ദൈവമക്കളെ, ഇന്നത്തെ ലോകത്തിലെ മനുഷ്യനെ മുഴുവൻ സാത്താൻ തെറ്റിച്ചു കൊണ്ടിരിക്കുക. രാഷ്ട്രീയ മേഖലകളിൽ അവൻ്റെ കൈകടത്തലുകളുണ്ട്, മതപരമായ നിലവാരങ്ങളിൽ അവൻ്റെ കൈകടത്തലുകളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ കൈകടത്തൽ നടന്നിരിക്കുന്നു. മനുഷ്യൻ വിരഹിക്കുന്ന എല്ലാ മേഖലകളിലും ഈ സാത്താന്റെ കൈകടത്തലുകൾ വലുതാണ്.
അത് ആത്മീയ ദൃഷ്ടിയോടുകൂടി കാണുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ മുന്നേറുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിക്ക് 3 മണിക്കൂർ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ബാക്കി 7 ദിവസത്തിൽ 6 ദിവസവും ലോകത്ത് കിടന്ന് പന്നി ഉരുളുന്ന പോലെ കിടന്ന് ഉരുളുന്ന വിശ്വാസികൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നിരന്തരമായി ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുകയും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവൂ. അന്യഭാഷ സംസാരിക്കുന്നവർ ദൈവത്തോട് സംസാരിക്കുന്നു, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതാരും തിരിച്ചറിയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം എങ്ങനെ സംസാരിക്കും? വചനത്തിലൂടെ സംസാരിക്കും. ചില സമയം അശരീരി കേൾപ്പിക്കുകയും ചെയ്യും, ഹൃദയത്തിൽ ഇടപെടുകയും ചെയ്യും. അതൊക്കെ ചെയ്യും. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ഇന്ന് സാത്താൻ സംസാരിക്കുകയും സാത്താൻ നടത്തപ്പെടുകയും ചെയ്യുക. കാരണം എന്താ? വചനവ്യവസ്ഥ വിട്ടു പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എങ്ങനെ മരണം വന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ പാപം സകല മനുഷ്യരിലും മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമർ 8:10 ഒന്ന് വായിച്ചാട്ടെ ദയവായി. ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയ്ക്ക് വകയുള്ള വാക്യമാണ്. റോമർ 8:10 വായിച്ചാട്ടെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് തന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആത്മരക്ഷ, ദേഹരക്ഷ, ശരീരരക്ഷ, അങ്ങനെ ഒത്തിരി രക്ഷകളുണ്ട്. ആത്മാവിന്റെ രക്ഷയെ കർത്താവ് നൽകി തന്നത്. ശരീരം ഇന്നും പാപം ചെയ്യത്തക്ക ടെൻഡൻസി തന്നെയാണ് ജീവിക്കുന്നത്. പാപം വരും. നിങ്ങളിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ വഞ്ചിക്കും. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കോണം ഈ വിശ്വസ്തനും നീതിമാനാകും. ഏത് വലിയ മഹാനായ ഭക്തനാണെങ്കിലും പാപം വരും. അത് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച്, അത് റോമാലേഖനം 6-ാം അധ്യായം. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാത്ത ഒരെണ്ണം സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അതിൽ റോമാലേഖനം 6 പഠിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് കൂടുതലും. നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു റോമർ 3. സ്തോത്രം. വിശുദ്ധീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു റോമർ 6. 8-ാം അധ്യായത്തിൽ തേജസ്കരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഈ 3 പഠനങ്ങൾ റോമാലേഖനത്തിലുണ്ട്. കൃപയാൽ ഇന്ന് ആരും അത് പഠിപ്പിക്കുന്നില്ല. ഞങ്ങളത് പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച്. ചിലർ ഏതെങ്കിലും ഒരു വിഷയം മാത്രം പഠിപ്പിക്കും. നീതീകരണം മാത്രം ആയില്ല, വിശുദ്ധീകരണം പഠിപ്പിക്കണം, അതാണ് കാതൽ. തേജസ്കരണം പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചോളൂ. ഈ നീതീകരണവും വിശുദ്ധീകരണവും നമ്മൾ പ്രാപിച്ചെടുക്കണം. തേജസ്കരണം ഓട്ടോമാറ്റിക്കാണ്. അത് കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്ന ഇതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തിരിക്കാൻ സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു. എന്നാൽ കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് ഹൃദയത്തിൽ കർത്താവിനെ കർത്തൃത്വം നടത്താൻ ഏൽപ്പിച്ച് വിധുബുദ്ധ പരിശുദ്ധാത്മാവ് നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം റോമർ 8:10 പറയുന്ന പോലെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചെടുത്തവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരണം പ്രാപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവിനെ കർത്തൃത്വം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ കർത്താവ്
കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരുത്തൻ പാസ് പറഞ്ഞു കൊടുക്കുകയോ സ്വയം പറയുകയോ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താ? എന്നെ ഞാൻ ഇതാ കർത്താവെ സമർപ്പിക്കുന്നു, നീ എന്നെ കർത്തൃത്വം ചെയ്താട്ട്. ഈ കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ ഉള്ള ലോകത്തുള്ള ഒട്ടുമുക്കാലും വിശ്വാസികൾ ജീവിക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുടഞ്ഞു കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാ. പെന്തക്കോസ്ത് സമൂഹം ജീർണിച്ച് കിടക്കുന്നതിൻ്റെ കാരണം അതാ. കുഴുക്കുത്ത് പിടിച്ചു കിടക്കുന്നതിൻ്റെ കാരണം അതാ. പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഏക്കർ കണക്കിന് തോട്ടമുണ്ട്, വിദ്യാഭ്യാസമുള്ള മക്കളുണ്ട്, വരുമാനങ്ങളുണ്ട്, കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആത്മീകമായി ദാരിദ്ര്യത്തിന്റെ കുപ്പത്തൊട്ടി കിടന്ന് അയ്യം വിളിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ.